ദിവസങ്ങളിൽ നമ്മൾ നാളെ തുടങ്ങി 20 ദിവസം നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാൻ പോവുകയാണ് അല്ലേ? നോമ്പെടുത്ത് ഉപവാസം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പണ്ടൊക്കെ നല്ല ശീലങ്ങളുണ്ടായിരുന്നു. ഈശോയ്ക്ക് ഉടുപ്പ് തയ്പ്പിക്കാൻ വേണ്ടി കുറേ സുഹൃദേവങ്ങൾ ചൊല്ലുക, അല്ലെങ്കിൽ ഈശോയെ പുൽക്കൂട്ടിലേക്ക് സ്വീകരിക്കാനും വേണ്ടി എൻ്റെ ഹൃദയത്തിൽ പുണ്യങ്ങളാവുന്ന ഒരു പുൽക്കൂട് ഉണ്ടാക്കുക. ഇപ്പൊ അതൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. എന്തെങ്കിലും തരത്തിലുള്ള മാംസവർജനമൊക്കെ വെച്ച് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. പലരുടെയും പേടി ഇതാണ്, ദൈവമേ 25 ദിവസം ഇനി ഇറച്ചി കൂട്ടാൻ പറ്റത്തില്ലല്ലോ, 25 ദിവസം എങ്ങനെ കഞ്ഞി കുടിക്കും, എന്നും കഞ്ഞി ചമ്മന്തി ആവുമല്ലോ, 25 ദിവസം എങ്ങനെ മുമ്പോട്ട് പോകും എന്നാണ് പലരും ചിന്തിക്കുന്നത്. ചില ആൾക്കാർ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ എടുത്തിരിക്കുന്ന നോമ്പെടുത്തിരിക്കുന്ന സാധനം വാഴയ്ക്കയാണെന്ന്. വാഴയ്ക്ക അതിഷ്ടമില്ലാത്ത സാധനമാണ് വാഴയ്ക്ക, അതുകൊണ്ട് വാഴയ്ക്കാണ് നോമ്പെടുത്തിരിക്കുന്നത്. ചില ആൾക്കാർ എടുത്തിരിക്കുന്ന ആളാണ് ബർഗർ, അങ്ങനെയുള്ള വില കൂടിയ സാധനങ്ങൾ, ബിരിയാണി, ബർഗർ, അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടിയല്ലോ, പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് കഴിക്കുക. അതുകൊണ്ട് ചിലർ അങ്ങനെ നോമ്പെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നോമ്പല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങൾ നാം ഉപേക്ഷിക്കുന്നു അല്ലെ? ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു, വർജിക്കുന്നു. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ഇറച്ചി ഉപേക്ഷിച്ചാൽ നോമ്പാവുള്ളൂ, മീൻ ഉപേക്ഷിച്ചാൽ നോമ്പാവുള്ളൂ, എന്തുപേക്ഷിച്ചാലും നോമ്പാവും അല്ലെ? എന്തുപേക്ഷിച്ച് നോമ്പാവും. വൃത്തികെട്ട സ്വഭാവവും ഇറച്ചിയിട്ട് കഴിക്കുകയില്ല. വല്ല കാര്യമുണ്ടോ? ഇല്ല. സ്വഭാവം നന്നാവാതെ എത്ര നോമ്പെടുത്തിട്ടും ഇറച്ചി കൂട്ടാതിരുന്നിട്ടും മീൻ കൂട്ടാതിരുന്നിട്ടും കാര്യമുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ? ഇല്ല. ആദ്യമായിട്ട് നമ്മുടെ സ്വഭാവത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളോ ദുഷാഠ്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം. പ്രിയപ്പെട്ട എൻ്റെ ചേട്ടന്മാരെ കുറെ പേര് മദ്യപിക്കാതിരിക്കും, 25 ദിവസം മദ്യപിക്കാതിരിക്കും, 30-ാം തീയതി ആഘോഷമായിട്ട് മദ്യപിച്ചിട്ട് 26-ാം തീയതി 25-ാം തീയതി പിടിച്ചു നിന്ന് 26-ാം തീയതി ആകുമ്പോഴേക്കും 25 ദിവസം എടുത്ത നോമ്പിന്റെ പൈസ കൊണ്ടുപോയി ഒറ്റ ദിവസം കൊണ്ടങ്ങ് കുടിച്ചു തീർക്കും ചില ആൾക്കാർ. അതുമല്ല നോമ്പ്. ചില അമ്മച്ചമാരുണ്ട്, ഇറച്ചി, മീന്, മുട്ട എല്ലാം നോമ്പ്, പക്ഷേ ഭർത്താവിനെ നേരിട്ട് കണ്ടാൽ കുത്തിക്കൊല്ലാൻ നടക്കുവാണ്. അതേ കൂട്ട് സ്വഭാവമാണ്. നല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ ആദ്യമായി നോമ്പെടുക്കാൻ വേണ്ടി ഒരുക്കുക. നമ്മുടെ ദേഷ്യഭാവത്തെ ഒരു നോമ്പെടുക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുത്തേ പറ്റുമോ? നിങ്ങൾക്ക് ഒരു 25 ദിവസം ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോ 25 ദിവസം ഞാൻ ദേഷ്യപ്പെടുകയില്ല. ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ ഇടയായാൽ ഞാൻ അപ്പോൾ തന്നെ പോയി മാപ്പപേക്ഷിക്കും. ഞാൻ എന്റെ നാവിനെ നിയന്ത്രിക്കും. ഉള്ള നാട്ടുകാരുടെ എല്ലാം കുറ്റവും പറഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരും. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കബീഷിന്റെ വാലും നമ്മുടെ നാക്കും എന്നതുപോലെ ഈ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇത്തരത്തിലുള്ള നോമ്പാണ് ഏറ്റവും ഉചിതമായതും നമുക്ക് അല്പം കൂടി ശ്രമകരമായതും ആർക്കും എടുക്കാൻ വേണ്ടി നോമ്പാണ് ഇറച്ചി, മീൻ അല്ലെങ്കിൽ മുട്ട, മിഠായി, അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും എടുക്കാം. പക്ഷേ ഒരാഴ്ച ഒന്ന് മൗനം പാലിക്കാൻ പറഞ്ഞാലോ, നിശബ്ദമായി ഒരാഴ്ച ഇരിക്കാൻ പറഞ്ഞാലോ, 25 ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറഞ്ഞാലോ, അയ്യോ അത് പറ്റിയല്ലോ കേട്ടോ. അത് മാത്രം പറ്റിയാൽ എത്ര ദിവസം വേണേലും ഇറച്ചി കൂടാതിരിക്കും, പക്ഷേ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ സംസാരത്തെ, നമ്മുടെ സ്വഭാവത്തിലുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശൈലികളെ നമുക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തെ ഒരു നോമ്പ് പോലെ എടുക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉപവാസം. നോമ്പെന്ന് പറഞ്ഞാൽ വർജിക്കുക, ഉപവസിക്കുക. അതിനോട് ചേർന്ന് പോകുന്ന കാര്യം പലപ്പോഴും നമ്മൾ ഇറച്ചി, മീന് ഏതെങ്കിലും ഉപേക്ഷിക്കും അല്ലെ? സാധാരണ അങ്ങനെ ചെയ്യുന്നത്. ഇറച്ചി ഉപേക്ഷിച്ചിട്ട് മീൻ കൂട്ടി മൂക്കുമൊട്ടെ ഭക്ഷണം കഴിച്ചിട്ട് ഊർക്കം വലിച്ച് ഉറങ്ങുന്നുകൊണ്ട് വല്ല കാര്യമില്ല. അതേ സമയത്ത് ഇറച്ചി, മീനും കൂട്ടാതെ ഒരു നേരം അങ്ങ് ഉപവസിക്കാൻ കഴിഞ്ഞാലോ ഏറ്റവും യുക്തമാണത്. ഒരു നേരം ഉപവസിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും യുക്തമാണ്. അതുകൊണ്ട് ഈ ഉപവാസത്തിന് നമ്മുടെ ഈ 25 ദിവസത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. ഒരു ദിവസത്തിൽ വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങളൊന്ന് ഉപവസിക്കുന്നത് ഏറ്റവും യുക്തമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വചനം തൊട്ട് മോശ സീനായ് മലയിലേക്ക് കയറി പോവുകയാണ്. ദൈവത്തിനോട് കൽപ്പനകൾ മേടിക്കാൻ എന്ന ആഗ്രഹത്തോടെ
സീനായ് മലയിലേക്ക് കയറി പോവുകയാണ്. അവിടെ ആരും മോശയെ കാണുന്നില്ല. ഏറെ ദിവസങ്ങൾ മോശ ആ മലമുകളിലായിരുന്നു. ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു. വചനം പറയുകയാണ്, 40 ദിവസം അവൻ അവിടെയായിരുന്നു. 40 ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും മോശ അവിടെ മലമുകളിൽ സീനായ് മലയിൽ ആയിരുന്നു. ഈ സീനായ് മലയിൽ 40 ദിവസം മോശ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും സാധനങ്ങൾ വേണ്ട എന്ന് വെച്ചപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് വചനം പറയുന്നു. ശ്രദ്ധിച്ചേ, ദൈവത്തെ നേരിട്ട് സംസാരിക്കാനുള്ള, ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഭവം മോശയ്ക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയാണ്. 25 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 25ാമത് ദിവസം നിങ്ങൾ നിയോഗം വെച്ചോളൂ. ദൈവത്തെ നേരിട്ട് ഒന്ന് അനുഭവിക്കാനുള്ള, ഒരു ശബ്ദമായി സ്വീകരിക്കാനുള്ള, ഒരു അനുഭവം സിദ്ധിക്കാനുള്ള ഒരു അനുഗ്രഹം തരണമേ. പറഞ്ഞ ഹല്ലേലൂയ. 25 ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയോഗം വെച്ച് ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ തള്ളിക്കളയരുത് പ്രിയപ്പെട്ടവരെ. ഇറച്ചി ഭക്ഷിക്കാതിരുന്ന്, മീൻ കൂട്ടാതിരുന്ന്, അങ്ങനെ വെറുതെ തള്ളിക്കള ഒരു നിയോഗം ഇന്ന് വെക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ഒരു നിയോഗം വെക്കുകയാണ്. ഒരു പക്ഷേ എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ആത്മീയ മേഖലയിൽ, ഏതെങ്കിലും തരത്തിൽ തകർച്ചയുടെ മേഖലയിൽ അല്ല ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു തീക്ഷ്ണത ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിയോഗം വെച്ച് അങ്ങ് വെക്കുക. അതൊരു 25 ദിവസം നാം അതിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു അനുഭവം തരും. വീണ്ടും നാം കാണുന്നുണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് വചനങ്ങളിൽ ഏലിയ ഹോരേബ് മലയിലേക്ക് പോവുകയാണ്. അവൻ 40 ദിവസങ്ങൾക്ക് മുമ്പ് അല്പം അപ്പവും വെള്ളവും ഭക്ഷിച്ചിട്ട് 40 ദിവസം നടന്ന് മലയിലേക്ക് കയറി ദൈവത്തോട് കൂടെ ആയിരിക്കുകയാണ്. എങ്ങനെയാ പോകുന്നറിയാലോ? ബാലിന്റെ പ്രവാചകന്മാരെല്ലാം തട്ടിയിട്ടാണ് ഏലിയ പോകുന്നത്. അപ്പോ ജസബൽ പറയുകയാണ്, ഈ എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ തന്നെ ഏലിയായെ കൊല്ലും. അവരെ പേടിച്ചു വിറച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ഏലിയ ഹോരേബ് മലയിലേക്ക് പോകുന്നത്. ഈ മലയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഒരു അനുഭവം കൊടുക്കുന്ന വചനത്തിൽ കാണുന്നു. ദൈവം ചോദിക്കുകയാണ്, ഏലിയ നീ ഇവിടെ എന്തെടുക്കുകയാണ്? അപ്പോൾ ഏലിയ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. എന്താ? ഞാൻ ജ്വലിക്കുകയാണ്. നാം പ്രാർത്ഥിച്ച് ഉപവസിച്ച് നോമ്പെടുത്തു കഴിയുമ്പോൾ ഒരു ജ്വലനം ഇതുപോലെ നടക്കണം. വെറുതെ അല്ല, ഒന്നിനും കൊള്ളാത്ത മന്ദോഷന്മാരായിട്ട് നമ്മൾ മാറരുത്. ഒരു ജ്വലനം ഉണ്ടാവണം. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ജ്വലനം ഉണ്ടാവണം. ഏലിയ പറയുന്നത് പോലെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു നിയോഗം വെക്കണം, ദൈവമേ ഇതുപോലെ ദൈവത്തിന് വേണ്ടി ജ്വലിക്കാനുള്ള ഒരു കൃപ തരണമേ. പറയാമോ ഹല്ലേലൂയ? ചേർന്ന് പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, ഈ ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പല വ്യക്തികൾക്കും പല തരത്തിലുള്ള അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ചേച്ചിയുണ്ട്, ഏലിയ അമ്മച്ചേട്ടത്തി എന്ന് പറഞ്ഞ ചേച്ചി. 3 മക്കളുണ്ട്. ഇവർക്ക് 3 മക്കളുണ്ട്. നോക്കുവാണ്, ഇവിടെ ഏലിയ അമ്മച്ചേട്ടത്തിമാർ കുറെ പേരുണ്ട്. നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. എനിക്ക് പരിചയമുള്ള ഉഗാണ്ടയിലുള്ള ചന്ദ്രനിലുള്ള ഒരു ഏലിയ അമ്മച്ചേട്ടത്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഏലിയ അമ്മച്ചേട്ടത്തി 3 മക്കളുണ്ട്. ഇവർക്ക് സാമ്പത്തികമായി വലിയ ഭദ്രതയൊന്നുമില്ല. അന്നത്തെ കാര്യങ്ങളൊക്കെ അന്നും നടക്കും. അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. 3 പെൺകുട്ടികളാണ്. മൂത്ത മകളെ ഒരു തരത്തിൽ കെട്ടിച്ചു വിട്ടു. 2ാമത്തെ മകളെ കെട്ടിക്കാൻ വേണ്ട സമയമായപ്പോഴും 5 പൈസ കയ്യിലില്ല. ഈ സ്ത്രീ എന്നും പ്രാർത്ഥിക്കും ദൈവത്തോട്. എങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാമോ? ഇവര് ഒരു നൊവേനയ്ക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ്. 9 ദിവസം മാതാവിൻ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും. എങ്ങനെയാണെന്ന് അറിയാമോ? നിലത്ത് മണല് വിരിച്ച് ചരളതിന്മേൽ വാരിയിട്ട് കല്ല് പെറുക്കിയിട്ട് അതിന്മേൽ മുട്ടുകുത്തി നിന്ന് സഹനത്തോടെ ഒരു വേദന കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അങ്ങനെ 9 ദിവസം നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു. 9ാമത്തെ ദിവസം എത്തിയില്ല. അതിനു മുമ്പ് നല്ല ഒരു ജോലിയുള്ള ഒരു വ്യക്തി കുടുംബത്തിലേക്ക് വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകളെ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കാമോ? എനിക്ക് കല്യാണം കഴിച്ച് തരാമോ? ഒരു പരിചയമില്ലാത്ത വ്യക്തി, എവിടുന്ന് വന്നുപോലും അറിയത്തില്ല. ഇവരുടെ കയ്യില് ഒരു ചായ കൊടുക്കാൻ പോലും ആ വീട്ടിൽ ഒന്നുമില്ല. ചായ കൊടുക്കാൻ പോലും ഒന്നുമില്ല. അല്പം മിക്സർ അങ്ങാണ്ട് ഇരിപ്പുണ്ടെന്ന്, മിക്സർ ഇല്ലേ, അത് കുറച്ച് ഇരിപ്പുണ്ട്. ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടു കൊടുത്തു. ഈ പുള്ളിക്കാരനെ പെണ്ണ് കാണാമെന്ന് ആളാണ്, നിങ്ങൾ ഓർക്കണം കേട്ടോ. ആ പുള്ളിക്ക് കുറച്ച് പലഹാരം കൊണ്ട് കൊടുത്തു. ഇതെല്ലാം കഴിച്ചിട്ട് ഈ വ്യക്തി അവിടുന്ന്
പോയി. സത്യം പറഞ്ഞാൽ ഈ നൊവേന കഴിഞ്ഞ് 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹം ഗംഭീരമായി നടത്തുകയാണ്. എങ്ങനെയാ നേടിയെടുത്തത്? നിലത്ത് മുട്ടുകുത്തുമ്പോൾ എന്ത് ചെയ്തു? മണല് വിരിച്ച് ചരലിട്ട് അതിന്മേൽ സഹനമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇതാണ് വർജനം എന്ന് പറയുന്നത്. വർജനം ഒരു തരത്തിലുള്ള വർജനമാണ്. ഏത് തരത്തിലുള്ള വർജനമാണ്? നമ്മുടെ സുഖത്തെ വർജിക്കുക. പ്രാർത്ഥിക്കുമ്പോഴുള്ള സുഖത്തെ വർജിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നിങ്ങൾ വീട്ടിൽ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാറില്ലേ? കാരണം എന്താ? സോഫയിൽ ചാരിയിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പാവിരിച്ച് ചന്ദ്രം പടിഞ്ഞിരുന്ന് സുഖമായി പ്രാർത്ഥിക്കുമ്പോൾ ആർക്കാണ് ഉറക്കം വരും? കാരണം എന്താ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിതിട്ടാ വരുന്നത്. നമ്മുടെ ഈ സുഖത്തെ ഒന്ന് വർജിച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. പറയാമോ ഹല്ലേലൂയ? ചേർന്ന് പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ വചനത്തിലൂടെ നിങ്ങൾ പറഞ്ഞു തരാം. എസ്തേറിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഈ അഹസ്വേരോസ് രാജാവ് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എസ്തേർ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, എങ്ങനെയെങ്കിലും ഈ ഇസ്രായേൽ ജനത്തെ ഒന്ന് രക്ഷിച്ചെടുക്കണമല്ലോ. അതിനുവേണ്ടി എസ്തേർ രാജ്ഞി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്, ഒരു മാർഗമാണ് ഈ ഉപവാസം. എസ്തേർ എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാ ആടയാഭരണങ്ങളും ഒഴിവാക്കി, എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങൾ ഒഴിവാക്കി അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഏതാനും ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ അഹസ്വേരോസ് രാജാവിനെ കാണാൻ വേണ്ടി എസ്തേറും തോഴിമാരും കൂടെ പോവുകയാണ്. വചനത്തിൽ വ്യക്തമായി കിടക്കുകയാണ്. എസ്തേറും തോഴിമാരും കൂടെ പോവുകയാണ്. എസ്തേറിനെ കണ്ടപാടെ ഈ രാജാവ് അവിടുന്ന് ചാടി എഴുന്നേറ്റു എന്ന് മാത്രമേ വചനത്തിൽ പറയുന്നുള്ളൂ. ചാടി എഴുന്നേറ്റു. ഇത് കണ്ടിട്ട് എസ്തേർ ഒരു തരത്തിൽ പേടിച്ചു പോയി. പക്ഷേ ആ സമയത്ത് ദൈവം അഹസ്വേരോസ് രാജാവിനെ ശാന്തമാക്കി. ഇങ്ങനെ കിടക്കുന്നത് അതിന് കാരണം എന്താ? എസ്തേർ നാളുകളായി ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോയത് കൊണ്ട് ഈ രാജാവിന്റെ ഹൃദയത്തെ ആരാ ശാന്തമാക്കുന്നേ? ദൈവം ഈ രാജാവിന്റെ ഹൃദയത്തെ ശാന്തമാക്കിയെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ആർക്കെങ്കിലും വേണ്ടി ഒരു നിയോഗം വെച്ച് നാം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഇതേ ദൈവം കേൾക്കാതിരിക്കുമോ? ഇതേ ദൈവം ഹൃദയത്തെ ശാന്തമാക്കാതിരിക്കുമോ? ഇതേ ദൈവം ഹൃദയത്തെ പിടിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ ഉപവാസത്തിന്, ഈ 25 ദിവസത്തെ തീക്ഷ്ണമായുള്ള ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് ഒരു അർത്ഥമുണ്ടാകും. ദൈവം ഇടപെടും. പറഞ്ഞ ഹല്ലേലൂയ, ചേർന്ന് ഹല്ലേലൂയ. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. യോന പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. യോന ഇങ്ങനെ നിനവേയിൽ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്കണം. കാരണം എന്താ? നിനവേക്കാരെ മുഴുവനായും ദൈവം നശിപ്പിക്കാണ്ട് പോവുകയാണ്. അത് കേട്ട മാത്രം ഈ നിനവേക്കാർ ഉപവസിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി വിലാപത്തോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വചനം പറയുകയാണ്, അവർ ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. ദൈവം മനസ്സ് മാറ്റി. ശിക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ദൈവം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ ശിക്ഷ പിൻവലിച്ച് ദൈവം മനസ്സ് മാറ്റിയെന്ന്. അതായത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക്, ശ്രദ്ധിക്കണം കേട്ടോ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ മനസ്സ് മാറ്റാൻ മാത്രം ശക്തിയുണ്ട്. ദൈവത്തിന്റെ മനസ്സ് മാറ്റാൻ മാത്രം ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ഉപവാസത്തിന്, നോമ്പിന്, പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. പറയാമോ ഹല്ലേലൂയ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ മദ്യപാനം മാറ്റാൻ വേണ്ടി സിസ്ത്രി എന്ന് പറയുന്ന ഒരു ചേച്ചി 40 വർഷം ഉപവാസവും പ്രാർത്ഥനയായിട്ട് കഴിച്ചു കൂട്ടിയത്. എനിക്ക് പരിചയമുള്ള ചേച്ചിയാണ്, സിസ്ത്രി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. 40 വർഷം, 1-2 അല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവമോ ദുശീലമോ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാറ്റ് പോകും. അയ്യോ, 2 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ, ഇത്രയും കൊല്ലം പ്രാർത്ഥിച്ചിട്ട് കണ്ടില്ലല്ലോ എന്ന് നാം ധരിക്കും. പക്ഷേ ഇങ്ങനെ ധരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. 14 വർഷവും 40 വർഷക്കാലവും 50 വർഷക്കാലവും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പക്കൽ നിന്ന് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിയോഗം പിടിച്ചു
മേടിച്ച ക്രൈസ്തവരടങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അതുകൊണ്ട് ഇങ്ങനെ ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും യുക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നല്ല ഒരു കാര്യം വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം നിങ്ങൾ ശ്രദ്ധിച്ചോ? ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:12 ശ്രദ്ധിക്കണം. ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം ഇതാണ്. ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയ ബലികളും അർപ്പിക്കുവാനുള്ള അനുഗ്രഹം തരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക മേഖലയെ ദൈവം അനുഗ്രഹിക്കും. കർത്താവ് തന്റെ ദേശത്തെ പറ്റി അസഹിഷ്ണുവാവുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്യും. ഞാൻ പറയുന്ന കാര്യമല്ല, വചനം പറയുന്ന കാര്യമാണ്. വീണ്ടും ഇസ്രായേൽ ജനങ്ങളെ ആനന്ദിക്കുവിൻ. ദൈവമായ കർത്താവ് പറയുന്നു, അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. അവിടുന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയും. ധാന്യം നിങ്ങളുടെ അറപ്പുഴകളിൽ നിറയ്ക്കും. ഏതെങ്കിലും തരത്തിലുള്ള ക്ഷുദ്രജീവികൾ നിങ്ങളുടെ കൃഷി മേഖലയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവയെ ഞാൻ നീക്കും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമായ കർത്താവിന്റെ നാമത്തെ നിങ്ങൾ സ്തുതിക്കും. കണ്ടോ? ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോ ദൈവം തരാൻ പോകുന്ന അനുഗ്രഹമാണ്. വീണ്ടും പറയാണ്, അന്ന് ഇതുപോലെ വീണ്ടും സംഭവിക്കും. സകല ജനതകളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. എന്തൊക്കെ അനുഗ്രഹമാണ് ദൈവം ഒരു ഉപവാസത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമ്പോൾ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക, സാമ്പത്തിക, ആത്മീയ മേഖലയെ പൂർണ്ണമായും ഈ ഒറ്റ പ്രാർത്ഥനയിലൂടെ ദൈവം എടുത്തു മാറ്റും. ഒന്ന് പറയാമോ ഹല്ലേലൂയ? ചേർന്ന് പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ എടുക്കുന്നതല്ല, വെറുതെ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയല്ല. ഇതിന് അർത്ഥമുണ്ട്. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലെല്ലാം ഇങ്ങനെ ഉപവസിച്ച് നെടുവീർപ്പോടെ പ്രാർത്ഥിച്ച വ്യക്തികൾ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ, ദൈവാനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ളൂ, ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്ന് പറയാമോ ഹല്ലേലൂയ? വീണ്ടും ഈശോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈശോ ഉപവസിച്ചത് എന്ന് വചനത്തിൽ വ്യക്തമായി കിടക്കുകയാണ്. കാരണം എന്താണ്? ശ്രദ്ധിക്കാമോ? ഈശോ പറയുകയാണ്, വചനത്തിൽ കിടക്കുകയാണ്, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ അവനെ വിട്ടുപോയി. സാത്താൻ അവനെ വിട്ടുപോയി. അതായത് പൈശാചിക പീഡകൾ, തിന്മകൾ ഉണ്ടെങ്കിൽ ഈ ഉപവാസവും പ്രാർത്ഥനയും വലിയൊരു ആയുധം. അതുകൊണ്ടാണ് പറയുന്നത്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ സാമ്പത്തികമായി ഭയങ്കര തകർച്ചയാണ്, എന്റെ ബിസിനസ് മേഖലയൊന്നും അന്ന് അഭിവൃദ്ധിപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആത്മീയമായി ഒരു ഉണർവ് ലഭിക്കുന്നില്ല. കാരണം എന്താ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ബന്ധനാവസ്ഥ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ഉപവാസവും പ്രാർത്ഥനയും പ്രിയപ്പെട്ട ദൈവജനമേ ഒരു ആയുധമായി നിങ്ങൾ സ്വീകരിക്കണം. ഒരു ആയുധമായി നിങ്ങൾ സ്വീകരിക്കണം. ആത്മാവിന്റെ ആയുധമായി. പറയാമോ ഹല്ലേലൂയ? ഈ ദിവസങ്ങളിൽ, ക്രിസ്തുമസ് ദിവസങ്ങളിൽ നാം പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തും. ഉപവാസം, പ്രാർത്ഥന, പള്ളി പോകെല്ലാം നടത്തും. പക്ഷേ ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാവണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ആത്മാവിനെ സംരക്ഷിക്കും. നമ്മൾ നല്ല വിളക്കുകാല്, നക്ഷത്രങ്ങൾ തൂക്കും, അവിടെ ബൾബിടും അല്ലെങ്കിൽ തിരി കത്തിക്കും. അത് സൂചിപ്പിക്കുന്നതാണ്, ഇതുപോലെ എന്റെ ആത്മാവും പ്രകാശിക്കണം, ഞാനും ഇതുപോലെ ലോകത്തിന്റെ പ്രകാശമാകേണ്ടതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ 25 ദിവസം നിങ്ങൾ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? 25 ദിവസം ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവർക്കും നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കാത്ത 25 ദിവസങ്ങൾ ദൈവം നമുക്ക് നൽകുമ്പോൾ ഇതിന്റെ ഒരു അനുഗ്രഹം നാം മേടിക്കണം. ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല വ്യക്തികളും 25 ദിവസം ഏതെങ്കിലും നോമ്പൊക്കെ എടുത്ത് അല്ലെങ്കിൽ വ്യക്തമായ ധാരണയില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ കണ്ടിട്ടുണ്ട്.
പക്ഷേ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന 25 ദിവസങ്ങളാണ്. 25ാമത്തെ ദിവസം ദൈവം ഭൂമിയിൽ അവതരിക്കുന്നതിന്റെ ഓർമ്മ ആചരിക്കുകയാണ്. ഉണ്ണീശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഓർമ്മ ആചരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച്, ദൈവമേ, എൻ്റെ സാമ്പത്തിക, ശാരീരിക, ആത്മീയ മേഖലകളെ സമർപ്പിക്കുന്നു. അല്ലെങ്കിൽ ജോലി തടസ്സം, രോഗപീഠകൾ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തും ആവട്ടെ, ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ വ്യക്തികളുടെയും കുടുംബങ്ങളെ ഈ സമയത്ത് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, പീഡകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദിവസങ്ങളുടനീളം ലഭിക്കുമാണ്. കാരണം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും ഞാൻ ബലഹീനമാണ്. മദ്യപാനം നിർത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ സമയത്ത് ആ നിയോഗത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. എന്റെ സംസാരത്തിന് ഒരു കടിഞ്ഞാണിടണം എന്ന് ആഗ്രഹിക്കുന്നവര് ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരം ദുശീലങ്ങളുണ്ടെന്നിരിക്കട്ടെ, അവയെ ഒന്ന് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അതിനാവശ്യമായ ഒരു ചങ്കൂറ്റം, ഒരു ചങ്കുറപ്പ്, ഒരു ശക്തി ഈ ദിവസത്തിലേക്ക് നൽകണം. എന്റെ യോഗ്യതയോ എന്റെ കഴിവോ അല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്തോട് കൂടിയേ ഇവയൊക്കെയും നടക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നാം പാടി പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? 25 ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഞാൻ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലൂടെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നതിനും പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്, കൃപ ആവശ്യമാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ആവശ്യമാണ്. നാം പാട്ടുപാടി പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു പാട്ടുപാടി പരിശുദ്ധാത്മ അഭിഷേകം ഇന്നേ ദിവസം തന്നെ ഈ വ്യക്തിപരമായ കാര്യത്തിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പാട്ടുപാടി അഭിഷേകം സ്വീകരിക്കുന്നു. കരങ്ങളടിക്കാം. നല്ലൊരു തുടക്കത്തിന് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു തുടക്കം ഇന്ന് തന്നെ ലഭിക്കണം. നാളെ തൊട്ട് ആരംഭിക്കുകയാണ്. ദൈവമേ, നീ അനുഗ്രഹിക്കണം, അഭിഷേകം ചെയ്യണം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബത്തെ സമർപ്പിക്കുകയാണ്. ഭർത്താവിനോട്, ഭാര്യയോട് ഞാൻ 25 ദിവസം വഴക്ക് കൂടുകയാണ്. ഞാൻ ദേഷ്യപ്പെടുകയാണ്. എന്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ ഞാൻ നിയന്ത്രിക്കും. ദൈവമേ, ഇതിനാവശ്യമായ ഒരു കൃപ, ഒരു അഭിഷേകം പരിശുദ്ധാത്മ നിറവാൽ എനിക്ക് നൽകണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും പകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകവും തകർന്നു പോകും.
കെട്ടുകളും അഴിഞ്ഞു വീഴും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. കാര്യങ്ങൾ കെട്ടി അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പ്രിയപ്പെട്ടവരെ, നാം പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ബന്ധുജനങ്ങൾ, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ ആരും തന്നെ ആവട്ടെ, ദൈവമേ 25 ദിവസത്തെ എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ, എൻ്റെ നിയോഗത്തിലൂടെ എൻ്റെ വ്യക്തിക്ക്, എൻ്റെ സഹോദരന്, ഭർത്താവിന്, ഭാര്യയ്ക്ക് ഒരു അനുഭവം, അത്ഭുതം നീ കൊടുത്ത് അനുഗ്രഹിക്കണം. ഒരു മനസ്സാന്തരം കൊടുത്ത് അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വളരുവാൻ ആവശ്യമായ കൃപ തന്ന് അനുഗ്രഹിക്കണം. പാടി പ്രാർത്ഥിക്കുന്ന ആത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ 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 ആത്മാവിനെ അമർത്തിക്കുമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുമാറാകട്ടെ. സ്തുതിക്കണം 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 സ്തുതിക്കണം. യേശുവേ ആരാധന